Okay, let us consider another question. Calculate each of the following for several numbers and guess a generalization, then prove it using algebra. So, ഇവിടെ നമുക്ക് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നമ്പേഴ്സ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് തരും. ആ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തിട്ട് കുറച്ച് നമ്പേഴ്സിന് അത് ട്രൂ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും. അങ്ങനെ ട്രൂ ആവുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ ആൾജിബ്ര യൂസ് ചെയ്ത് ജനറലൈസ് ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ പ്രോബ്ലം, ദ ഫസ്റ്റ് പ്രോബ്ലം ഇസ് ദ റിമൈൻഡർ ഗോട്ട് ഓൺ ഡിവിഷൻ ബൈ 3 the product of two numbers on which leaves remainder 1 on division by 3 and other remainder 2. ഇത് കുറച്ച് ക്വസ്റ്റ്യൻ വായിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവാം, പെട്ടെന്ന് കിട്ടാം, പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, സോ the remainder got on division by 3 the product of two numbers on one of which leaves remainder 1 on division by 3 and other remainder 2. അതായത് ഇവിടെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് റിമൈൻഡർ 1 വരുന്ന നമ്പേഴ്സിൻ്റെ കളക്ഷൻ എടുക്കുന്നു. ആൻഡ് 3 വെച്ച് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് റിമൈൻഡർ 2 വരുന്ന നമ്പേഴ്സിൻ്റെ കളക്ഷൻ എടുക്കുന്നു. ഓക്കെ, അങ്ങനെയുള്ള രണ്ട് നമ്പേഴ്സും അങ്ങനെയുള്ള കുറേ സെറ്റ് ഓഫ് നമ്പേഴ്സും നമുക്ക് കിട്ടും. ആ രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് എടുക്കുന്ന സമയത്ത് ആ കിട്ടുന്ന പ്രോഡക്റ്റിനെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്തതിന് ശേഷം, കുറച്ച് നമ്പേഴ്സ് ഉപയോഗിച്ച് ചെക്ക് ചെയ്തതിന് ശേഷം അതിനൊന്ന് ജനറലൈസ് ചെയ്യണം. ഓക്കെ, ദിസ് ഇസ് ആർ ടാസ്ക്. The remainder got on division by 3 the product of two numbers, one of which leaves remainder 1 on division by 3 and other remainder 2. Okay, so നമുക്കറിയാം റിമൈൻഡർ, അതായത് 3 വെച്ച് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് റിമൈൻഡർ 0 വരുന്നത്, അതായത് റിമൈൻഡർ 0 വരുന്നത്, ഇപ്പോൾ നോക്കുക, ഇവിടെ നമ്മൾ 3 ആണ് കൺസിഡർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. 3യെ 3 വെച്ച് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ ഈസ് 0. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതുപോലെ 6നെ 3 വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ ഈസ് 0. ഓക്കെ, സോ ഇവിടെ റിമൈൻഡർ 0 വരണമെങ്കിൽ, അതായത് 3 വെച്ച് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് റിമൈൻഡർ 0 വരുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് മൾട്ടിപ്പിൾസ് ഓഫ് 3 ആയിരിക്കില്ലേ, അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദ നമ്പേഴ്സ് വിച്ച് ലീവ്സ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. 3 വെച്ച് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 1 റിമൈൻഡർ വരുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് ഈ 3യുടെ മൾട്ടിപ്പിൾസിൻ്റെ തൊട്ടടുത്തടുത്തുള്ള നമ്പേഴ്സ് ആയിരിക്കും. മൾട്ടിപ്പിൾസ് ഓഫ് 3 ആർ 3, 6, 9, 12, etc. So the numbers which leaves remainder 1 on division by 3 means 4, 7, 10, 13, etc. ഇതായിരിക്കും റിമൈൻഡർ 1 വരുന്നത്. അങ്ങനെയാണെങ്കിൽ റിമൈൻഡർ 2 വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും? 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 വരുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇതിന് തൊട്ടടുത്തുള്ള നമ്പേഴ്സ്, ദാറ്റ് മീൻസ് 5, 8, 11, 14, etc. ഓക്കെ, സോ ദീസ് ആർ ദ നമ്പേഴ്സ്. അപ്പോൾ നമുക്കിവിടെ കൺസിഡർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് സെറ്റിലെ നമ്പേഴ്സ്, ഒരുപാട് നമ്പേഴ്സ് ഉണ്ട് ഇതിൽ. സോ വി കൺസിഡർ ദീസ് 2 സെറ്റ് ഓഫ് നമ്പേഴ്സ്. ഇതിലെ ഓരോ നമ്പേഴ്സിൻ്റെയും പ്രോഡക്റ്റ് എടുത്ത് നോക്കാം. ദാറ്റ് മീൻസ് 5 into 4 which is equal to 20, 7 into 8 which is equal to 56, 10 into 11 which is equal to 110. ഓക്കെ, ഈ ഓരോ നമ്പേഴ്സിനെയും 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്താണ് എന്നാണ് നമുക്ക് അടുത്തതായിട്ട് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, let us consider 20 divided by 3. Okay, this is equal to 6 3s are 18. So the remainder is 2. Okay, so 20നെ 3 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്ന കോഷ്യൻ്റ് 6 ആണ്, ആൻസർ 6 ആണ്, റിമൈൻഡർ 2 ആണ്. ഓക്കെ, 56 ഒന്ന് ചെയ്ത് നോക്കാം. 56നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന
1 time 3 2 6 26ൽ 3 8 times 24. So the remainder is 2. ഓക്കെ, സോ ഇങ്ങനെയുള്ള നമ്പേഴ്സിൽ കിട്ടുന്ന റിമൈൻഡർ എന്താണെന്ന് കിട്ടി? നമുക്ക് 2 ആണെന്ന് കിട്ടി. സോ ആൻസറായി ഇനി ഇതിനെ എന്ത് ചെയ്യണം? ഒന്ന് ജനറലൈസ് ചെയ്ത് ജനറലൈസ് അതായത് ഓൾജിബ്ര ഉപയോഗിച്ച് നമുക്കൊന്ന് ജനറലൈസ് ചെയ്യണം. ഇതാണ് നമ്മുടെ അടുത്ത ടാസ്ക്. ഓക്കെ, അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് നോക്കാം. അതായത് നമുക്ക് 3യുടെ മൾട്ടിപ്പിൾസിനെ 3 ഇൻറ്റു n എന്നാക്കിയിട്ട് എഴുതാലോ. കാരണം n-ന് 1 കൊടുത്താൽ 3 കിട്ടും, n-ന് 2 കൊടുത്താൽ 3 × 2 6 കിട്ടും, n-ന് 3 കൊടുത്താൽ 3 × 3 9 കിട്ടും. അങ്ങനെ എക്സെട്ര ആ സീക്വൻസ് അങ്ങനെ പോകും. ഓക്കെ, സോ ഈ 3n-ൻ്റെ കൂടെ അതായത് 3യുടെ കൂടെ 1 ആഡ് ചെയ്താൽ 4 കിട്ടും. അതുപോലെ 6ൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ അത് 7 ആവും. അങ്ങനെ ഈ 3യുടെ മൾട്ടിപ്പിൾസിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതല്ലേ നമ്മുടെ ആദ്യത്തെ സീക്വൻസ്. ആൻഡ് ഇതിനെ എന്തുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു? 3n+2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, 3n+2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ഇവിടെ കിട്ടുന്ന റിമൈൻഡർ 2 ആണ് എന്ന് നമുക്ക് ആൾജിബ്ര യൂസ് ചെയ്തിട്ട് പ്രൂവ് ചെയ്യണം. ഇതാണ് നമ്മുടെ ടാസ്ക്. Okay, so we can use the result, the identity, that is x plus y into u plus v here. So 3n into 3n is 3 into 3 9, n into n square. So 9n square plus 3n into 2, that is equal to 6n, plus 1 into 3n, that is equal to 3n, plus 1 into 2, that is equal to 2. Okay, this is equal to, ഇവിടെ നോക്കുക 9n square 6n 3n, ഇതിലെല്ലാം ഒരു 3യുടെ മൾട്ടിപ്പിൾസ് ആണ്. 9 6 3 എന്ന് പറയുന്നത് 3യുടെ മൾട്ടിപ്പിൾസ് ആയതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും നമ്മൾ 3 കോമൺ ആയിട്ട് പുറത്തെടുക്കുന്നു. 9n സ്ക്വയർ എന്ന് 3 കോമൺ ആയിട്ട് പുറത്ത് വന്നു കഴിഞ്ഞാൽ ബാക്കി അവിടെ ഉള്ളത് 3n സ്ക്വയർ ആണ്. പ്ലസ് 6nൽ നിന്നും 3 വന്നു കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്? അവിടെ 2n ഉണ്ട്. പ്ലസ് ഇവിടെ 3nൽ നിന്ന് 3 പുറത്ത് പോയി കഴിഞ്ഞാൽ ബാലൻസ് ഇസ് n ആൻഡ് പ്ലസ് 2. ശ്രദ്ധിക്കുക, ഇത് 3 ഇൻറ്റു 3n സ്ക്വയർ പ്ലസ് 2n പ്ലസ് n പ്ലസ് 2. ഇവിടെ 3 ഇൻറ്റു സംതിങ്, ദാറ്റ് മീൻസ് ഈ ഒരു ഹോൾ ടേം എന്ന് പറയുന്നത് 3യുടെ മൾട്ടിപ്പിളാണ് അല്ലേ? അതിനോടൊപ്പം 2 ആഡ് ചെയ്തത്, ഒരു 3യുടെ മൾട്ടിപ്പിളുടെ കൂടെ 2 ആഡ് ചെയ്ത നമ്പറാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ നമ്പറെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്തായിരിക്കും? 2 ആയിരിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമുക്കിവിടെ പ്രൂവ് ചെയ്യാനായിട്ട്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സെക്കൻഡ് സബ് ക്വസ്റ്റ്യനും ഇതേ ഒരു രീതിയിൽ ചെയ്യേണ്ടതാണ്. എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജസ്റ്റ് ആ 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് എടുത്ത് ചെയ്തതുപോലെ ചെയ്താൽ മതി. വളരെ ഈസിയാണ്. ജസ്റ്റ് റീഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. വളരെ ഈസി ആയിട്ട് കുറച്ച് മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷനാണിത്. ഓക്കെ.